ചാമ്പ്യൻഷിപ്പിന്റെ കാര്യത്തിൽ മേള തുടങ്ങിയ ആദ്യ ദിനത്തിൽ തന്നെ തീരുമാനമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം തിരുവനന്തപുരം വലിയ രീതിയിലുള്ള കുതിപ്പാണ് നടത്തിയത്. ആ ലീഡ് ഒരു ഘട്ടത്തിൽ പോലും വിട്ടുകൊടുത്തില്ല. പോയിന്റുകൾ വർദ്ധിപ്പിച്ച് ഇരട്ടി പോയിന്റുകളോളം ആയതാണ് ഒടുവിൽ 1825 പോയിന്റുമായിട്ടാണ് ഓവറോൾ ചാമ്പ്യന്മാരായത്. അതായത് ഇത്തവണത്തെ പ്രത്യേകത ആദ്യമായി സ്വർണ്ണക്കപ്പ് ജേതാക്കൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ സ്വർണ്ണക്കപ്പിന്റെ ആദ്യ ഉടമകൾ അങ്ങനെ തിരുവനന്തപുരമായി മാറിയിരിക്കുകയാണ്. 1825 പോയിന്റിൽ 202 സ്വർണ്ണമടക്കമാണ് ഈ ഒരു വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ഔദ്യോഗികമായി 6 മത്സരഫലങ്ങൾ കൂടി വരാനുണ്ട് ഈ ഗെയിംസ് വിഭാഗത്തിലെ. അത് ആ മത്സരങ്ങൾ നേരത്തെ കഴിഞ്ഞതാണ്. പക്ഷേ അതിലെ റിസൾട്ട് മാത്രമാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. അതുകൂടി വന്നാൽ മേളയുടെ മത്സരങ്ങളെല്ലാം പൂർത്തിയായി, ഇല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് എല്ലാം വന്ന് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എത്ര കണ്ട് പോയിന്റ് 1850 തിരുവനന്തപുരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നത് മാത്രമാണ് ഒരു സംശയമുള്ളൂ. അത്ലറ്റിക്സും അതുപോലെ തന്നെ അക്വാട്ടിക്സ് മത്സരങ്ങളും ഒക്കെ തന്നെ പൂർണ്ണമായിരിക്കുന്നു. അത്ലറ്റിക്സിലായിരുന്നു ഏറ്റവും വലിയ ആവേശം. ഒരുപക്ഷെ കായികമേളയിലെ ഏറ്റവും ഗ്ലാമർ ഇനം അത്ലറ്റിക്സ് തന്നെയാണ്. ഇന്ന് അവസാന പോരാട്ടം വരെയും ആ ഒരു ആവേശമുണ്ടായിരുന്നു. പാലക്കാടും മലപ്പുറവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മലപ്പുറം കിരീടം നിലനിർത്തിയിരിക്കുകയാണ്. 237 പോയിന്റുമായിട്ടാണ് മലപ്പുറം ചാമ്പ്യൻ പട്ടം നിലനിർത്തിയത്. അവസാനം ഇന്ന് നടന്ന പോരാട്ടങ്ങളിൽ തുടക്കത്തിൽ 400 മീറ്ററിൽ പാലക്കാടിൻ്റെ വലിയ കുതിപ്പ് കണ്ടതാണ്. 6 ഇനങ്ങളിൽ 21 പോയിന്റ് നേടിയപ്പോൾ മലപ്പുറത്തിൻ്റെ ചാമ്പ്യൻ പട്ടത്തിന് ഇളക്കം തട്ടുമോ എന്ന തരത്തിൽ വലിയ സംശയമുണ്ടായിരുന്നു. പക്ഷേ റിലേയിലേക്ക് വന്നപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള കുതിപ്പ് നടത്തുകയും പാലക്കാടിനെ മറികടന്നുകൊണ്ട്, അതായത് നേർക്കുനേർ പോരാട്ടം കൂടിയായിരുന്നു ഈ റിലേ, അതിൽ അങ്ങനെ മറികടന്നുകൊണ്ട് മലപ്പുറം ലാസ്റ്റ് 2 ഇവൻറ്റുകൾ, അതായത് സീനിയർ ആൺകുട്ടികളുടെയും സീനിയർ പെൺകുട്ടികളുടെയും ഇവൻറ്റിൽ കൂടി 10 പോയിന്റ് കൂതം അടിച്ച് അങ്ങനെ വലിയൊരു ലീഡിലൂടെ 247 പോയിന്റുമായി ചാമ്പ്യന്മാരാവുകയാണ് ചെയ്തത്. 2ാം സ്ഥാനം പാലക്കാടാണ്. 3ാം സ്ഥാനത്ത് കോഴിക്കോട് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. കോഴിക്കോടിനൊക്കെ തന്നെ 100 പോയിന്റ് കടക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. അതങ്ങനെ ഗെയിംസിൻ്റെയും അക്വാട്ടിക്സിൻ്റെയും ബലത്തിലാണ് തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരായത്. സ്കൂളുകളുടെ കാര്യത്തിലേക്ക്, അത്ലറ്റിക്സ് സ്കൂളുകളുടെ കാര്യത്തിൽ തുടർച്ചയായ 4ാം തവണയും ഐഡിയൽ കടകശ്ശേരി ചാമ്പ്യന്മാരാവുന്ന കാഴ്ച കണ്ടതാണ്. തുടക്കത്തിൽ വലിയ തിരിച്ചടികൾ ഏറ്റതാണ്. പക്ഷേ അവസാന ദിവസങ്ങളിൽ ഈ പറഞ്ഞ സ്പ്രിന്റ് ഇനങ്ങളിലേക്കും റിലേയിലേക്കൊക്കെ തന്നെ വന്നപ്പോൾ ഐഡിയലിൻ്റെ കുട്ടികൾ വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു. ഒപ്പം തന്നെ ത്രോ വിവരങ്ങളിലും വലിയ കരുത്ത് കാട്ടി. അങ്ങനെ 78 പോയിന്റുമായാണ് ഐഡിയൽ ചാമ്പ്യന്മാരാവുന്നത്. കഴിഞ്ഞ തവണ അവർക്ക് 88 പോയിന്റ് ആയിരുന്നു. ഇത്തവണ ഒരു ജംബോ സംഘവുമായി വന്ന ഒരു 100 പോയിന്റ് കടക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ തിരിച്ചടി ഏറ്റതുകൊണ്ട് മാത്രം 78 ഒതുങ്ങി. എന്നിരുന്നാൽ പോലും തുടർച്ചയായി 4 തവണ ചാമ്പ്യന്മാരാകുക എന്നത് ഒട്ടും തന്നെ എളുപ്പമല്ല.